കാസർഗോഡ് കുമ്പളയിൽ വൻ കവർച്ച. നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും 1/4 ലക്ഷത്തിന്റെ വെള്ളിയും 5000 രൂപയും കവർച്ച ചെയ്തു. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, നമുക്കറിയാം ഇപ്പോൾ സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിലധികം കടന്നു. അതായത് 29 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം 29 ലക്ഷം രൂപയിലധികം വരുന്ന സ്വർണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ ഏറെ ആശങ്കയോടെ തന്നെ അതിനെ കാരണം കവർച്ചാ സംഘങ്ങൾ വ്യാപകമായി ഇറങ്ങുന്നു. ആളുകളെ ആക്രമിക്കാൻ പോലും തയ്യാറില്ലാത്തൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ല സംസ്ഥാനത്തിൻ്റെ അതിർത്തിയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടകയിൽ നിന്ന് പോലും ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ എത്തി കവർച്ച നടക്കുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ കവർച്ച? എന്താണ് പോലീസ് നൽകുന്ന വിവരം? പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണത്തിന് ഓരോ ദിവസം കഴിയുമ്പോഴും വില കുതിച്ചുവരുന്ന സാഹചര്യം, ആശങ്കപ്പെടുന്ന സാഹചര്യം. അപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ ഒരു കവർച്ച സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ വൈകിട്ട് 6 മണിക്കും അതുപോലെ തന്നെ രാത്രി 8 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഇങ്ങനെ ഒരു കവർച്ച നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇവർ സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയിരുന്നു. ആ ഉത്സവത്തിന് പോയി 8 മണിയോടുകൂടി തിരിച്ചെത്തുമ്പോഴാണ് വീട്ടിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ടത് കാണുന്നത്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അലുമാരയൊക്കെ വാരി വലിച്ചിട്ട നിലയിലാണ്. ഈ അലുമാര കുത്തി തുറന്ന് 2 അലുമാരകൾ ഉണ്ടായിരുന്നു. അലുമാര കുത്തി തുറന്നാണ് ഈ സ്വർണവും അതുപോലെ തന്നെ പണവും മോഷ്ടിച്ചത്. അതായത് കാസർഗോഡ് ജില്ലാ കോടതിയിലെ അഭിഭാഷിക ചൈത്ര എന്ന് പറയുന്ന അഭിഭാഷികയുടെ വീട്ടിലാണ് ഈ കവർച്ച നടന്നത്. എന്തായാലും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും എല്ലാം തന്നെ രാവിലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും പ്രതികളെ കുറിച്ച് ഇപ്പോൾ നിലവിൽ സൂചനയൊന്നുമില്ല. ഈ നാട്ടുകാർ പറയുന്നത് സമീപകാലത്തായി ഈ പ്രദേശത്ത് പല വീടുകളിലും ഇങ്ങനെ കവർച്ചയുണ്ടായിരുന്നു, കവർച്ചാ ശ്രമമുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളിൽ കവർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും പോലീസിന്റെ മിടുക്ക് നമുക്കറിയാം. കൊലപാതക കേസുകളിൽ പോലും 24 മണിക്കൂറിനകം പ്രതികളെ പിടികൂടുന്ന പോലീസാണ്. കഴിഞ്ഞ ദിവസം തന്നെ കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്താണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന് 24 മണിക്കൂറിനകം പ്രതിയെ പിടികൂടിയിരുന്നു. പക്ഷേ ഇത്തരം കവർച്ച കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ വൈകുന്നു എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അത് പല കേസുകളിലും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വർണം ഇങ്ങനെ മോഷ്ടിക്കുന്ന സംഘം അത് വലിയൊരു പ്രൊഫഷണൽ സംഘമാകണമെന്നില്ല. ഇതൊരു 6 മണിക്കും അതുപോലെ തന്നെ 8 മണിക്കും ഇടയിൽ വൈകിട്ട് സന്ധ്യയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കവർച്ച നടക്കുന്നത്. അതും കൃത്യമായി മനസ്സിലാക്കി, വീട്ടിൽ ആളില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ ഒരു കവർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. എന്നാലും പോലീസ് ഇക്കാര്യത്തിൽ കുമ്പള പോലീസാണ്. കുമ്പള പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ സമീപ പ്രദേശങ്ങളിലൊക്കെ CCTV ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ബന്ധുക്കളുടെ അവിടെ നിന്നുള്ള ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ചുറ്റുവട്ടത്ത് 2-3 പരാതി ഇങ്ങനെ ഒരു കടവ് നടന്നതിലൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നായിക്ക ഭാഗത്ത് തന്നെ ഒരു 5-6 മാസം മുമ്പായിട്ട് ഒരു കവർച്ച നടന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചീറുമ്പ ഭഗവതി അമ്പലത്തിൽ അത് കവർച്ച നടത്തിയ ശേഷം അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയായിരുന്നു. പക്ഷെ അതിലൊന്നും ഇതുവരെ റിക്കവറിയോ ഒന്നും നടന്നിട്ട് ഇതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു റിക്കവറിയോ ഒരാൾക്കാരെ പിടിക്കുകയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. വീണ്ടും ബൈജുവിലേക്ക്. ബൈജു, ഇതിനു മുൻപും ഈ പ്രദേശത്ത് കവർച്ച ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ച് പല കവർച്ചാ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പ്രതികളെ പിടികൂടുന്നില്ലെന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾ വലിയ ആശങ്കയിലാണോ? തീർച്ചയായും ടോമെ, ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത്. അതായത് വലിയ കേസുകളിലൊക്കെ പ്രതികളെ വളരെ പെട്ടെന്ന് പോലീസിന് പിടികൂടാൻ കഴിയുന്നു. അതായത് പോലീസിന്റെ കുറവ് കൊണ്ടല്ല, പക്ഷേ എന്തുകൊണ്ടോ ഇതിലൊരു താല്പര്യം എടുക്കുന്നില്ലയോ എന്ന ഒരു ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പ്രധാനമായും ആ പ്രദേശവാസി പറഞ്ഞത് തന്നെയാണ്. ഈ കുമ്പള നായിക്കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് സമീപ കാലങ്ങളിലായി നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലുണ്ട്, വീടുകളിലുണ്ട്, മോഷണ ശ്രമമുണ്ട്, മോഷണം ചെയ്ത വസ്തു കൊണ്ടുപോകാൻ കഴിയാതെ ഉപേക്ഷിച്ച സംഭവം ഉണ്ടായിരുന്നു. ഇതിലൊന്നും പക്ഷേ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് അവർ ആക്ഷേപമായി ഉന്നയിച്ചത്.
എന്തായാലും ഇതിൽ പോലീസിനാകെ ചെയ്യാൻ കഴിയുന്നത് പോലീസ് ജാഗ്രതയായിരിക്കണം. ഇത്തരം സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നതല്ലാതെ ഇത്തരം പ്രതികളെ പിടികൂടാത്തത് ഒരു പക്ഷേ ഈ മോഷ്ടാക്കൾക്ക് ഒരു പക്ഷേ ഇത്തരം ഇത് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാവും. എന്തായാലും അടച്ചിട്ട വീടുകളിലാണ് അധികവും മോഷണം നടക്കാറുള്ളത്. പല സംഭവങ്ങളും അത് തന്നെയാണ്. ഇതും അങ്ങനെയുള്ള ഒരു സംഭവമാണ്. കൃത്യമായി നിരീക്ഷിച്ച് വീട്ടിൽ ആളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പുറകുവശത്തെ വാതിൽ തകർത്ത് വീട്ടിനകത്ത് കയറി അൽമാറിൽ ഉണ്ടായിരുന്ന സ്വർണമാണ് ഇത്തരത്തിൽ കൊണ്ടുപോയത്. 29 പവൻ സ്വർണം, അതോടൊപ്പം വെള്ളി ആഭരണങ്ങളുണ്ട്, അതോടൊപ്പം പണം, അതുപോലെ തന്നെ നെക്ലേസ്, അതോടൊപ്പം വളകൾ, ഇങ്ങനെ പല വസ്തുക്കൾ, കുട്ടികളുടെ സ്വർണ്ണമുണ്ട്, അങ്ങനെ ഇതെല്ലാം കൂടിയുള്ള വസ്തുക്കളാണ് കൊണ്ടുപോയത്. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ ഒരു പക്ഷേ കർണാടകത്തിലേക്ക് കടന്നതായ ഒരു സംശയമൊക്കെ പോലീസിനുണ്ട്. എന്തായാലും ഒരു പക്ഷേ സമീപവാസികളായ ഈ വീടുമായി കൃത്യമായി അറിയുന്ന ആളായിരിക്കാം മോഷ്ടാവ് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ പോലീസ് പറയുന്നുണ്ട്. ഇതിൽ കേസെടുത്ത് കുമ്പള പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും ഒക്കെ രാവിലെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി വിരലടയാള വിദഗ്ധരുടെ പരിശോധനയിൽ ഏതെങ്കിലും നിർണായകമായ വ്യക്തമാണ്. ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.